എന്നെ ഉണ്ടെന്ന് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്നാൽ ലോർഡ്സിലെ പരാജയത്തിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ അത്ര സുഖമല്ലെന്ന് തോന്നുന്നു. പുറത്തോട്ട് വരുന്ന വാർത്ത അത്ര ശുഭകരമായ വാർത്തയല്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇഞ്ചുറി കൺസേൺ ആണ്. നിതീഷ് കുമാർ റെഡ്ഡി 4ാമത്തെ ടെസ്റ്റിൽ കളിക്കുമെന്ന് തോന്നുന്നില്ല. അർഷ്ദീപ് സിംഗ് 4ാമത്തെ ടെസ്റ്റിൽ കളിക്കാനുള്ള ചാൻസ് കുറവാണ്. ആകാശ്ദീപിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ കൺസേൺ. നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ വെച്ച് തന്നെ ഒരു ടെസ്റ്റ് കളിച്ചപ്പോഴത്തേന് ആകാശ്ദീപ് ഇഞ്ചുറി ആവുന്നു, ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇംഗ്ലണ്ടിലോട്ട് വരുന്നു. എഡ്ജ്ബാസ്റ്റനിൽ 10 വിക്കറ്റ് നേടാൻ കരസ്ഥമാക്കി സൂപ്പർ ബോളിംഗ് കാഴ്ചവെക്കുന്നു. എന്നാൽ ലോർഡ്സിലോട്ട് വരുമ്പോഴത്തേന് അവിടുത്തെ സ്ലോപ്പുമായിട്ട് പൊരുത്തപ്പെടാൻ അത്ര കഴിഞ്ഞില്ല. എന്നാലും ഭേദപ്പെട്ട ഒരു ബോളിംഗ് കാഴ്ചവെച്ചു. എന്നാൽ വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഒരു ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവിടെ ആകാശ്ദീപിന് കഴിഞ്ഞു. സോ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇഞ്ചുറി കൺസേൺ ആണെന്ന് പറയുന്നു. സോ അത് വല്ലാത്തൊരു കൺസേൺ ആണ്. ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ 2 ടെസ്റ്റ് കളിക്കുമ്പോഴത്തേന് ഇന്ത്യക്ക് വേണ്ട ഒരു ബോളർ, ടെസ്റ്റിൽ പറ്റിയൊരു ബോളർ തന്നെയാണ് ആകാശ്ദീപ്, ഒരു സംശയമില്ല. ഈ ബോളർക്ക് ഇത്രമാത്രം ഒരു ഇഞ്ചുറി കൺസേൺ ഉണ്ട് എങ്കിൽ, ഇങ്ങനെ ഇഞ്ചുറി വരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശാവഹമായ കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഋഷഭ് പന്ത് കളിച്ചില്ല എങ്കിൽ ഇന്ത്യൻ ടീമിന് കിട്ടാൻ പോകുന്ന വലിയൊരു പണി തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാർ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഒന്നാമത്തെ പ്ലെയർ അത് ഋഷഭ് പന്തായിരിക്കും. ഋഷഭ് പന്തിന് ഒരു വിക്കറ്റ് കിട്ടുമ്പോൾ അവർ ആഘോഷിക്കുന്ന ഒരു ആഘോഷം കണ്ടോ? ആ റണ്ണൗട്ട് ആക്കിയപ്പോഴത്തേന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ റണ്ണൗട്ട് ആക്കിയപ്പോൾ അവർ ആഘോഷിച്ച ആഘോഷം. ഋഷഭ് പന്തിൻ്റെ പ്രാക്ടീസ് വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. നോക്കുവാണെങ്കിൽ അവിടെ ബാറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യുന്നുണ്ട്. സോ ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് അവിടെ തോന്നിയത്. ഒരു ഇഞ്ചുറി കൺസേൺ ആയിട്ടോ കൈക്ക് വേദനയായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഋഷഭ് പന്ത് കളിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. രവിശാസ്ത്രി അതാണ് പറഞ്ഞത്, ഋഷഭ് പന്ത് ഫുള്ളി ഫിറ്റ് അല്ലെങ്കിൽ കളിപ്പിക്കാതിരിക്കുക. അത് തന്നെയാണ് ശരി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രാക്ടീസ് മത്സരങ്ങളൊക്കെ കണ്ടിട്ട് നീയോ എന്തായാലും 2 ദിവസം കൂടെ ഉണ്ട്, പുള്ളി റിക്കവർ ആവും, ഋഷഭ് പന്തിന് കളിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ അൻഷുൽ കമ്പോജിനെ ടീമിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. കമ്പോജ് പ്രാക്ടീസ് മത്സരത്തിലുണ്ടല്ലോ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാഗമായിരുന്നു. നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. എന്നാൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇന്ത്യയുടെ സെലക്ടർമാരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം കമ്പോജിനോട് പറഞ്ഞു പോടാ, വീട്ടിൽ പോടാന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിട്ടു. റാണ സാറിനെ പിടിച്ച് അവിടെ നിർത്തി. ഇപ്പോൾ നോക്കുമെങ്കിൽ അർഷിദ് റാണ നാട്ടിലോട്ടും പോയി, കമ്പോജ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നായിരുന്നു കമ്പോജിനെ പറഞ്ഞു വിട്ടത്. എന്നാൽ കറക്റ്റ് ടൈമിൽ കമ്പോജിനെ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. മാക്സിമം സ്പീഡ് വന്നിട്ട് 146ആണ്. ഒരു ആവറേജ് സ്പീഡ് വന്നിട്ട് 130, 135 എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ്. സീമും സ്വിങ്ങും ഒക്കെ കിട്ടുന്ന ഒരു ബോളറാണ്. ഒരേ ചാനൽ തന്നെ ഹിറ്റ് ചെയ്ത് എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ്. സോ കമ്പോജ് ടീമിനൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു 4ാമത്തെ ടെസ്റ്റിൽ ബുംറയോട് കൂടെ ചേർന്ന് പുതിയ ബോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കമ്പോജ് ആയിരിക്കും. പിന്നെ മാഞ്ചസ്റ്ററിൻ്റെ പിച്ച്, ഇംഗ്ലണ്ട് ഒരു ഭൂതത്താൻ കോട്ട പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പിച്ചാണ്. ഇന്നേ വരെ ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ക്യാപ്റ്റനും പോയി അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 9 ടെസ്റ്റ് കളിച്ചു, അതിൽ 4 ടെസ്റ്റ് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, 5 ടെസ്റ്റ് ഡ്രോ ആയിട്ടുണ്ട്. ഗില്ലിനോട് ചോദിച്ചാൽ ഗില്ല് പറയും എനിക്ക് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. എഡ്ജ്ബാസിന് ചോദിച്ചായിരുന്നല്ലോ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഇതുവരെ എഡ്ജ്ബാസിൽ ജയിച്ചിട്ടില്ലോ എന്ന്. ഗില്ല് പറഞ്ഞ് പഴങ്കഥകളൊന്നും എനിക്കറിയത്തില്ല, അവിടെ എഡ്ജ്ബാസ്റ്റനിലെ ഗവൺമെൻറ് പോയി പൊട്ടിച്ചായിരുന്നു ഗില്ല്. അതുപോലെ മാഞ്ചസ്റ്ററിലെ ഗവൺമെൻറ് പൊട്ടിക്കാൻ കഴിയുമെന്നാണ് നോക്കിക്കാണുന്നത്. എന്തുകൊണ്ട് പൊട്ടിക്കാൻ കഴിയത്തില്ല? സൂപ്പർ ടീമാണ്. 3 ടെസ്റ്റിലും സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചു. 1ാമത്തെ ടെസ്റ്റിൽ, 2ാമത്തെ ടെസ്റ്റിലും 3ാമത്തെ ടെസ്റ്റിലും ഇന്ത്യ സൂപ്പറായിട്ട് ഡോമിനേറ്റ് ചെയ്തു. ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം ചില പ്രഷർ സാഹചര്യത്തിൽ നിന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് തോൽവിക്ക് കാരണം. നോക്കുവാണെങ്കിൽ 3 ടെസ്റ്റ് നമ്മൾ നല്ലപോലെ കളിച്ചു. നല്ലൊരു ഫൈറ്റ് ഇംഗ്ലണ്ടിന് കൊടുത്തു, അത് പ്രത്യേകിച്ച് ലോർഡ്സിലായെങ്കിലും. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഭൂതത്താൻ കോട്ട തകർക്കാൻ നമുക്ക് കഴിയും. തകർത്താലേ പറ്റത്തുള്ളൂ. 4ാമത്തെ ടെസ്റ്റ് തോറ്റു കഴിഞ്ഞാൽ പരമ്പര നഷ്ടമായി പോകും. 5ാമത്തെ ടെസ്റ്റും അവിടെ നിന്ന് വിജയിച്ച് കയറുമെന്ന് വെച്ചാൽ ഈ ടീമിന് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. സോ ഡു ഓർ ഡൈ മത്സരമായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. നിർണായകമായൊരു മത്സരമായിരിക്കും. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ ഇന്ത്യൻ ടീമിന്. അവിടുത്തെ ആ ഗവൺമെൻറ് ഉണ്ടല്ലോ, മാഞ്ചസ്റ്ററിലെ ഗവൺമെൻറ് പൊട്ടിക്കാൻ കഴിയട്ടെ നമ്മുടെ ടീമിന്. പിന്നെ മാഞ്ചസ്റ്ററിലെ ഒരു പിച്ച് നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചാണ്. ആദ്യത്തെ ദിവസം ഒരു ഫസ്റ്റ് സെഷൻ ചിലപ്പോൾ ബോളർമാർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടിയേക്കാം. ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റും ഒരു അൺഈവൻ ബൗൺസ് കിട്ടാറുണ്ട്. ഫസ്റ്റ് സെഷൻ കഴിയുമ്പോഴത്തേന് ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചായിട്ട് മാറും. ഒരു 86 ടെസ്റ്റ് അവിടെ കളിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഡേ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 331. എന്നാൽ ഡേ 4 ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 169. സോ ഡേ 1, ഡേ 2, ഡേ 3 ബാറ്റർമാർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ചാണ്. ബോളർമാർക്കാണെങ്കിലും അസിസ്റ്റ് കിട്ടും. ലീഡ്സിലെ കൂട്ടോ എഡ്ജ്ബാസ്റ്റിൻ്റെ കൂട്ടോ ലോർഡ്സിലെ കൂട്ടോ ഒരു പിച്ചല്ല. അവിടെ ബോളർമാർക്ക് നല്ല രീതിയിൽ അസിസ്റ്റ് കിട്ടുന്ന ഒരു പിച്ചാണ്. അൺഈവൻ ബൗൺസ് ആണെങ്കിലും റിവേഴ്സിങ് ആണെങ്കിലും കിട്ടും. എന്നാൽ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസത്തിലോട്ട് വരുമ്പോഴത്തേന് സ്പിന്നർമാർ റോളിലോട്ട് വരും. സോ സ്പിന്നർമാർക്ക് ഇവിടെ വളരെ നിർണായകമായ റോളുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്ത ടീം 36 കളി ജയിച്ചിട്ടുണ്ട്. ടോസ് കിട്ടി രണ്ടാമത് ബാറ്റ് ചെയ്ത ടീം 17 കളി ജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ടോസ് കിട്ടുവാണെങ്കിൽ ക്യാപ്റ്റന്മാർ ബാറ്റ് ചെയ്യാനായിരിക്കും ചാൻസ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് സെഷൻ സർവൈവ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ വരും. 300-ൽ പരം സ്കോർ ഫസ്റ്റ് ഇന്നിങ്സ് വരുവാണെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു പിച്ച് തന്നെയാണ്. നമുക്ക് ഭാഗ്യമില്ല നോക്കുവാണെങ്കിൽ ടോസിൽ കണ്ടിന്യൂസ് 13 കളിയാണ് നമ്മൾ ടോസ് നഷ്ടപ്പെടുന്നത്, ടോസ് പരാജയപ്പെടുന്നത്.
ലോർഡ്സിലെ പരാജയത്തിന് മെയിൻ ഒരു കാരണം ടോസും കൂടെ ആയിരുന്നു. സോ എങ്ങനെയെങ്കിലും ഇവിടെ ഈ ടോസ് കിട്ടട്ടെ, എന്തെങ്കിലും ഒരു ഗൂഢപാത്രമെങ്കിലും ചെയ്തിട്ട് ടോസ് എങ്ങനെയെങ്കിലും കിട്ടട്ടെ ഇന്ത്യൻ ടീമിന്. ടോസ് കിട്ടി ഫസ്റ്റ് തന്നെ ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കട്ടെ. പിന്നെ ഇന്ത്യൻ ടീമിലോട്ട് വരുവാണെങ്കിൽ ആരൊക്കെ കളിക്കും ആരൊക്കെ കളിക്കത്തില്ല, ഒരാൾ കളിക്കുന്ന കാര്യത്തിൽ എന്തായാലും ഉറപ്പാണ്, സിറാജ് സാറ് പിന്നെ വർക്ക് ലോഡ് മാനേജ്മെൻ്റ് ഇല്ല, ആരെങ്കിലും റെസ്റ്റ് വേണമെന്ന് ചോദിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇഞ്ചുറി ആണെങ്കിലും അല്ലെങ്കിലും 100% സിറാജ് സാർ കൊടുക്കും. അത് ഫീൽഡിങ്ങിലെങ്കിൽ ഫീൽഡിങ്ങിൽ, ബോളിങ്ങിൽ, ബാറ്റിങ്ങിൽ എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. ഫ്രണ്ട് ഫുട്ടി കളിക്കുന്നു, ബാക്ക് ഫുട്ടി കളിക്കുന്നു, സോളിഡ് ഡിഫൻസ്. സൈഡിലൊന്നും അല്ല ഡിഫെൻഡ് ചെയ്യുന്നത്, ബാറ്റിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ബോൾ ഡിഫെൻഡ് ചെയ്തത്. സൂപ്പർ. വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോഴത്തേനെ ഇല്ല നെറ്റിൽ കൂടി ഇങ്ങനെ ഒളിച്ചു നോക്കുമായിരുന്നു എങ്ങനെ കളിക്കുന്നത്. അതുപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സിറാജ് സാറ്. ജയ്സ്വാൾ അല്പം കൂടി ഉത്തരവാദിത്തം കാഴ്ചവെക്കണം. ഒരു ഈഗോ ഒക്കെ മാറ്റി വെച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം. നല്ലൊരു ഫോമിൽ തന്നെയാണ്. ആദ്യത്തെ കളിയിൽ 100 എടുക്കാൻ കഴിഞ്ഞു, രണ്ടാമത്തെ കളിയിൽ 85+ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഫോം ക്യാരി ചെയ്യാൻ കഴിയണം. ആ ഒരു ഫോം ക്യാരി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ജയ്സ്വാൾ ഒരു 80-60 ബോൾ കളിക്കുവാണെങ്കിൽ ബെനിഫിറ്റ്സ് ഇന്ത്യൻ ടീമിനാണ്. ആ ഒരു ഫോം ജയ്സ്വാൾ ക്യാരി ചെയ്യാൻ കഴിയട്ടെ. ഈ പ്രാവശ്യം നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. പിന്നെ ശുഭ്മാൻ ഗില്ല് ഒരുപാട് സ്ലെഡ്ജ് ചെയ്തു ഇംഗ്ലണ്ടുകാർ. ശുഭ്മാൻ ഗില്ല് കറക്റ്റ് കാര്യത്തിനാണ് അവിടെ വഴക്കുണ്ടാക്കിയത്, എന്നാൽ ഇംഗ്ലണ്ടുകാർ അത് മിസ്യൂസ് ചെയ്തു. സോ ശുഭ്മാൻ ഗില്ല് ബാറ്റ് കൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം കേട്ടോ. ലൈഫിൽ ഏറ്റവും നല്ലൊരു ഫോമിലാണ് ശുഭ്മാൻ ഗില്ല്. ഏകദേശം 600 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ശുഭ്മാൻ ഗില്ല്. സോ ഇംഗ്ലണ്ടുകാർ തന്നുകൊണ്ടല്ലോ തിരിച്ചു കൊടുക്കണം. വാ കൊണ്ടും കൊടുത്തോ ബാറ്റ് കൊണ്ടും കൊടുത്തോ ഫുൾ സപ്പോർട്ട് ഇന്ത്യക്കാർ. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശുഭ്മാൻ ഗില്ലിന് കഴിയട്ടെ. പിന്നെ KL രാഹുൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോമിലാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് KL രാഹുൽ. പിന്നെ ഋഷഭ് പന്ത് ആയെങ്കിലും എനിക്ക് തോന്നുന്നു കളിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പ്രാക്ടീസ് മത്സരങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേന് വലിയ ഇഞ്ചുറി കൺസേൺ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കളിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പിന്നെ ചോദിച്ചിരുന്ന കരുൺ നായർ. അറിയില്ല കരുൺ നായർ ടീമിൻ്റെ ഭാഗമാകുമോ ഇല്ലയോ എന്ന്. പക്ഷേ പുറത്തു വരുന്ന വാർത്ത ചിലപ്പോൾ ഇന്ത്യൻ ടീം ലീഡ്സിലെ സെയിം സ്ക്വാഡുമായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിതീഷ് കുമാർ റെഡ്ഡി ഇല്ല. നമ്പർ 3 സായി സുദർശൻ വരാം, നമ്പർ 6 കരുൺ നായർ വരാം. ഞാൻ അതിനെ അത്രമാത്രം അനുകൂലിക്കുന്നില്ല. നമ്പർ 6 കരുൺ നായരെ പിന്നെയും കൊണ്ടിടുന്നത് സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ സായി സുദർശനെ നമ്പർ 6 കളിപ്പിക്കാനും പറ്റത്തില്ല. സോ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ അല്പം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ ടീമിൽ ഇടുമെന്നുള്ളത്. കരുൺ നായരെ മാറ്റി നിർത്തിയിട്ട് സായി സുദർശൻ നമ്പർ 3 നമ്പർ 6 മേ ബി ജുറയിൽ വരാനുള്ള ചാൻസും ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ ടീം കരുൺ നായരെ നമ്പർ 6 സെയിം ടീമുമായിട്ട് പോയേക്കാം. വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് കാണുന്നില്ല. ആകാശ് ദീപിന് പകരം അവിടെ കമ്പോജ് വന്നേക്കാം. അതായിരിക്കും ഇന്ത്യയുടെ ഒരു പ്ലേയിങ് 11. ഇംഗ്ലണ്ടിലോട് വരുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരുപാട് കൺസേൺ ഉണ്ടെന്നേ, അവിടെയും ഒരുപാട് കൺസേൺ ഉണ്ട്. ബോളിംഗ് നോക്കുവാണെങ്കിൽ ജോഫ് ആർച്ചർ വന്നപ്പോഴത്തേന് അല്പം ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ ബാറ്റിങ്ങിൽ അവിടെ കൺസേൺ ഉണ്ട്. ബെൻ ഡക്കറ്റിന് ആദ്യത്തെ ടെസ്റ്റ് മാത്രമേ റൺ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ജാക്ക് ട്രോളി അവിടെ റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഓലി പോപ്പ് അവിടെ റൺ കണ്ടെത്താൻ കഴിയുന്നില്ല. സോ അവിടെയും കൺസേൺ ഉണ്ട്. ഈ ഒരു ടീമിനെ നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയും. ഈ ടീമിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് ടീമിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്നത്? അത്രയ്ക്ക് വലിയ ടീമൊന്നുമല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട്. ഈ ടീമിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. നല്ല ഫൈറ്റ് നമ്മൾ കാഴ്ചവെച്ചു. ബാക്കി നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ ഒരു കാരണവശാലും ഒന്നും പുറകിലല്ല. നല്ലൊരു പെർഫോമൻസ് ഇവിടെ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇല്ലും ജയ്സ്വാളും കൂടെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. എന്നാൽ 4ാമത്തെ ടെസ്റ്റിൽ നമുക്ക് ജയിച്ച് 2-2 ആയിട്ട് നിൽക്കാം.